ഹലോ. അതെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഡേ ഡേ 17 പ്രാക്ടീസുമായിട്ടാണ്. അത് വേറെ ഒന്നുമല്ല, മാജിക് ചെക്ക്. ചെക്ക് എഴുതാനായിട്ട് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടായിരിക്കില്ല. അതായത് നമുക്ക് ആവശ്യമുള്ളൊരു എമൗണ്ട് ചെക്ക് എഴുതി ബാങ്കിൽ പോയി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അപ്പം ഞാൻ വീഡിയോയുടെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെക്കുറിച്ച് പറയാം. എൻ്റെ പേര് സഫിയ ഷെഫീഖ്. കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 17 ആണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഡേ 1 മുതൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നേരം കിട്ടുന്നതിനനുസരിച്ച് പതുക്കെ ഡേ 1 കാണാം. അങ്ങനെ ഓരോ ഡേയും കണ്ടിട്ട് അത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾക്ക് വ്യത്യാസമുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. അതിനു മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ, എൻ്റെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മളെ ജീവിതത്തിൽ ഒരു അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ, നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ്, അതായത് ലൈഫിലേക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിലും, പുതിയതായിട്ടൊരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് മാറി പുതിയ കാര്യത്തിലേക്ക് ചിന്തിക്കാനോ, ഒരു ബിസിനസ്സിലേക്കോ, അല്ലെങ്കിൽ ഒരു മണി ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനൊരു വ്യത്യാസം വരുത്തണമെന്നോ, എന്തെങ്കിലും ഒരു അപ്ഡേഷൻസൊക്കെ ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിലും വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. ഇനി ഗ്രൂപ്പായിട്ട് താല്പര്യമില്ല, 1-to-1 സെക്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീണ്ടും ഞാൻ പറയുന്നു, എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ. അതായത് നമുക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മളതിന് നിരന്തരം പരാതികൾ പറയുന്നതിന് പകരം എനിക്ക് എല്ലാം ഉണ്ട് 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 എന്ന് പറയാനായിട്ടുള്ള താല്പര്യമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഒരാൾ നമ്മളുടെ അടുത്തൊരു പൈസ കടം ചോദിച്ച് വിളിച്ചു എന്ന് വിചാരിക്കും, നമ്മൾ എന്തായിരിക്കും ആളുടെ അടുത്ത് പറയാം? കംപ്ലീറ്റ് നമുക്ക് ആ മാസം ഇനി വരാൻ പോകുന്ന ചിലവുകളും അതിനെക്കുറിച്ച് നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ഒറ്റയടിക്ക് നമുക്ക് പറഞ്ഞാൽ മതി. എന്താണ്, ഇപ്പം എൻ്റെ കയ്യിൽ തരാനായിട്ട് തൽക്കാലമില്ല, ഇനി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി ആ വ്യക്തിക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യുക? അവരെ പിണക്കാത്ത രീതിയിൽ നമുക്ക് എല്ലാം ഒറ്റയടിക്ക് വേണമെന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല. അപ്പോൾ നമുക്ക് പറയാം, എനിക്കിപ്പോൾ പൈസ തന്നാൽ എൻ്റെ കാര്യം അവിടെ ബ്ലോക്കാവും. അപ്പോൾ തൽക്കാലത്തേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഇന്ന ആൾക്കത് ഇഷ്ടപ്പെടുന്നില്ല, ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് തിരിച്ചു തരാനായിട്ട് ആളുകൾ വൈകുന്നത് കൊണ്ട് ഞങ്ങളുടെ പല കാര്യങ്ങളും ബ്ലോക്ക് ആവുകയാണ്. അല്ലാതെ നമുക്ക് വേണ്ടതായിട്ടുള്ള, നമ്മളൊരു പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതൊന്നും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പറയില്ല എന്നുള്ളതാണ്. ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ന കാര്യം ചെയ്തു, ഞാൻ ഇന്ന കാര്യം ചെയ്തു എന്ന് എണ്ണി ആ മാസത്തെ കാര്യങ്ങൾ നമ്മൾ പറയില്ല. പക്ഷെ ഇനി ആരായാലും എന്താണ് പറയുക, ഇനി ഇത്ര ഫീസ് അടയ്ക്കാനുണ്ട്, ഇത്ര EMI അടയ്ക്കാനുണ്ട്, ഇത്ര കറണ്ട് ബില്ല് അടയ്ക്കാനുണ്ട്, ഇത്ര ഇന്ന കാര്യങ്ങൾക്കൊക്കെ ഇനി ചിലവ് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കംപ്ലൈൻറ്റ്സ് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പകരം നമ്മൾ ലൈഫിൽ അതൊന്നും മാറ്റുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഈ പറയുന്ന വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു പക്ഷെ നമ്മൾ പലതരത്തിലുള്ള സംസാരങ്ങൾ വരുമ്പോൾ നമ്മൾ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമുക്ക് വന്നിട്ടുള്ള ചിലവുകളുടെ ഒരു ഭാണ്ഡക്കെട്ട് തന്നെ നമ്മളങ്ങനെ എടുത്തിടും. അപ്പം അതൊക്കെ നമ്മുടെ സംസാരത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ ഒറ്റയടിക്ക് നമ്മൾ മനുഷ്യനെ പെട്ടെന്നൊരു വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ, ആ സമൃദ്ധിയൊക്കെ നമുക്ക് നേടണമെങ്കിൽ നമ്മൾ പതുക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് നിർത്താം. ഇത്രയല്ലേ വേണ്ടൂ. അതായത് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് എന്തോ അതെല്ലാം നമ്മളിലേക്ക് തന്നെ വരും. ചെറിയൊരു വ്യത്യാസം മാത്രം മതി. നമ്മൾ നന്മയുള്ളവരായിരിക്കുക എന്നുള്ളത്. അതിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ആളുകളുടെ ഒരു സാമ്പത്തികം ഉണ്ടാകുമ്പോൾ അതിലൊരു കുശുമ്പ് വിചാരിക്കാതിരിക്കുക. അവരിതെങ്ങനെയാണ് ഉണ്ടാക്കി പണം എന്നുള്ള അങ്ങനത്തെ ഒരു നെഗറ്റീവ് ചിന്താഗതി വരാതെ പകരം നമ്മൾ അപ്പം എന്നെ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും മനുഷ്യന്മാരല്ലേ അങ്ങനെയൊക്കെ ആ മനുഷ്യന്മാർക്ക് നന്മ വരണം എന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. നമ്മൾ തന്നെ ഫുള്ള് പോസിറ്റീവ് നിറയ്ക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, ചുറ്റുമുള്ളവർ നമ്മൾ പതുക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ളവർക്കും പതുക്കെ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിട്ടും.
അപ്പം നമ്മളിൽ ഫുൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കണത് നന്മയും പോസിറ്റീവ് ചിന്തയും മാത്രം. ഒരാൾക്കും പൈസ ഉണ്ടാവണതിന് കുശുമ്പ് വേണ്ട, ഒരാളെക്കുറിച്ചും പരാതി വേണ്ട, നമ്മളിൽ ഇല്ല എന്നുള്ളതിനും പരാതി വേണ്ട. അങ്ങനെയൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പിലായാലും മണിയിലായാലും എല്ലാത്തിലും നമുക്കൊരു ചേഞ്ച് വരുന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെക്ക് എടുക്കുക. നിങ്ങൾക്കത് അവിശ്വസനീയമായിട്ട് തോന്നുമായിരിക്കും, എങ്കിലും നിങ്ങൾക്ക് വേണ്ട ഒരു എമൗണ്ട് എത്രയാണെങ്കിലും നിങ്ങൾ അതിലൊന്ന് എഴുതി വെച്ച് അത് അടച്ചു വെച്ചോ, ഒരു സൈനൊക്കെ ചെയ്തോ. ഇനിയിപ്പോൾ പെന്നുകൊണ്ട് ചെക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പെൻസിലുകൊണ്ട് ഒന്ന് ഫസ്റ്റ് ഒരു എമൗണ്ട് നിങ്ങൾ എഴുതി വെക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു എമൗണ്ട് എഴുതിയിട്ട് ഇത് എന്നിലേക്ക് എൻ്റെ പടച്ചവൻ കൊണ്ടുതരും എന്നുള്ള വിശ്വാസം അർപ്പിക്കുക. എൻ്റെ റബ്ബ് എനിക്കത് തരും. ഇപ്പം എന്നെ കേൾക്കുന്ന ഒരു ഹിന്ദു മതവിശ്വാസം, എൻ്റെ ദൈവം അത് കൊണ്ടുതരും എന്നുള്ള വിശ്വാസം അർപ്പിച്ചോ. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഈശോയി അതെനിക്ക് എത്തിച്ചു തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നു. ആ ഒരു എമൗണ്ട് എഴുതിയിട്ട് അത് അടച്ച് ആ ചെക്ക് അവിടെ വെച്ചേക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ തീവ്രമായി വിശ്വസിച്ച് എന്നിലേക്ക് ആ പൈസ വന്നിരിക്കും, എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുള്ള ആ പൈസ, ഒരു പക്ഷേ മക്കളുടെ ഫീസ് അടയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഏതൊരു EMI അടയ്ക്കാനായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, എത്ര രൂപ വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ട ഒരു എമൗണ്ട് അതൊരു വിശ്വാസത്തിലൂടെ എഴുതാൻ. ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞു ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, ഒരു 5 കോടി ഒന്ന് എഴുതി നോക്കാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് അത്യാവശ്യം ഒറ്റയടിക്ക് ഒരാൾക്ക് 10 കോടി ആഗ്രഹിച്ച ഇതെന്താ മാജിക് ഒന്നുമല്ലല്ലോ. അതായത് അതിനൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട് വരാനായിട്ട്. അപ്പം നിങ്ങൾക്ക് പറ്റാവുന്നത് എത്രയാണോ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരാം, പിന്നീട് പറഞ്ഞുതരാം. ഇപ്പം തൽക്കാലം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നോ, നിങ്ങൾക്ക് അത്യാവശ്യം തോന്നുന്ന ഒരു എമൗണ്ട് എഴുതി ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചേക്ക്. നമുക്കൊന്ന് പരീക്ഷിക്കാമല്ലോ, ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങളുടെ ഈ സ്വഭാവത്തിലൊരു മാറ്റം വരുത്താം. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക, കൂടാതെ മറ്റുള്ളവരെ കുറ്റം പറയുന്നതൊന്ന് നിർത്തുക. ഇപ്പം നിങ്ങൾ ഒരു വീട്ടിൽ നിങ്ങൾ വിരുന്ന് പോയി എന്ന് വിചാരിക്കുക, നമ്മളുടെ പൈസയുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ആ വീട്ടിൽ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആ വീട്ടിലെ സ്ത്രീ അവിടെയുള്ള ഒന്നില്ലെങ്കിൽ ഹൗസ് മെയ്ഡിനെയോ അല്ലെങ്കിൽ വേറൊരു ബന്ധുവിനെ കിടന്ന് നിരന്തരം ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ ഒന്ന് പരുങ്ങും ഇല്ലേ, അവിടെ ഒന്ന് ഇരിക്കാനും നിൽക്കാനൊക്കെ ആയിട്ട് ഒന്ന് പരുങ്ങിയിട്ട് പിന്നെ പോയ നിലക്ക് നമ്മൾ എന്ത് ചെയ്യും, തൽക്കാലം ഒന്നും ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അസഭ്യ വർത്താനങ്ങളാണ് ആ വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുന്നത് നമ്മൾ കേട്ടത്. പക്ഷെ നമ്മളുടെ ഒരു മര്യാദ പ്രകാരം കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മളോട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിലെ വ്യക്തി നമ്മളുടെ അടുത്ത് മര്യാദപൂർവ്വം സംസാരിക്കാൻ വന്നു. എന്നിട്ട് നമ്മളോട് പറയണം, ഇന്നിവിടെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കോ? ഒരിക്കലും നിൽക്കില്ല. നമ്മുടെ ജീവനും കൊണ്ടുപോടും. ഞാൻ പോട്ടെ, ഞാൻ പിന്നെ വരാമെന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും പിന്നെ എന്നാ വരാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറയും. പക്ഷെ നമുക്ക് ആ വീട്ടിൽ പോകാൻ നല്ല താല്പര്യം ഉണ്ടാവുമോ? ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ക്യാരക്ടർ വളരെ മോശമായതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മളുടെ കയ്യിൽ വരുന്ന പണം നമുക്ക് ഇത്ര വന്നിട്ടും നമ്മൾ നിരന്തരം അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണം എന്ന് പറയുന്ന എനർജി നമ്മളിലേക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടും. ആ കിട്ടുന്ന പണത്തിനെ അതായത് നമ്മൾ കിട്ടുന്നത് എന്തിനേയും നന്ദിയോട് സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ റബ്ബ് നമുക്ക് വീണ്ടും അത് തന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയതിനെല്ലാം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ കുറച്ച് നന്മയുള്ളവരായിരിക്കും, കുറച്ചധികം നന്മയുള്ള മറ്റുള്ളവരുടെ സഹജീവികളോട് നന്മ കാണിക്കുക. ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി, ഇന്ന നന്മകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു ബുക്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നോക്കിയേ. നിങ്ങളുടെ ദുഃഖവും ദുരിതമൊന്നുമല്ല ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഡയറിയിൽ എഴുതേണ്ടത്. നിങ്ങൾക്ക് വേണ്ട ഗോൾസ്, നിങ്ങൾക്ക് നേടിയെടുക്കുന്ന പല കാര്യങ്ങളും അത് ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഒരു ബുക്കും പേപ്പറും അല്ലെങ്കിൽ ബുക്കോ ഡയറിയോ എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് കാണുന്നിടത്തൊക്കെ ഒരു ബുക്കും പേപ്പറും വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങളെല്ലാം അതിലെഴുതാം. അത് ഇത്ര ദിവസം കൊണ്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കണേ എൻ്റെ ആരോടായാലും, നമുക്ക് ഏത് മതവിശ്വാസത്തിലുള്ള അവരോടൊന്ന് പ്രാർത്ഥിച്ചു കൊണ്ടൊന്ന് എഴുതി നോക്കിയേ. അല്ലെങ്കിൽ അത് നടന്നതായിട്ട് എനിക്കത് കിട്ടി, എനിക്ക് എൻ്റെ റബ്ബ് എനിക്കത് തന്നു എന്നുള്ള ആ ഒരു ഇതിൽ നിങ്ങളത് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്നത് എന്തും നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നുള്ളതാണ്. അത് എന്തും ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് അതിൽ ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. എനിക്കത് കിട്ടുമെന്നുള്ള വിശ്വാസം, നമ്മളുടെ ദൈവത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ടല്ല, നമ്മൾ നല്ലതായിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ.
നന്മയുള്ളവരായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പതിവായിട്ട് എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ആ എഴുതുമ്പോൾ മാത്രം നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കരുത്. ആ ദിവസത്തിലുടനീളം, അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, ആ ദിവസത്തിലുടനീളം അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, പറയുക, പ്രവർത്തിക്കുക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നിങ്ങളൊന്ന് അഴിച്ച് പണിയാനുണ്ട് എന്നുള്ളതാണ് അർത്ഥം. മൊത്തത്തിൽ നിങ്ങളുടെ മൈൻഡും നിങ്ങളെയും തമ്മിൽ നിങ്ങളുടെ ഉള്ളിൽ കുറേ സംഭവങ്ങൾ കിടപ്പുണ്ട്. അതിനൊക്കെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിന് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.